നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗ്ലൂട്ടാത്തോൺ പോലെയൊന്നും ഞാൻ പറയത്തില്ല, കാരണം ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ തരും. സൂപ്പറാണ്, എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ കല്യാണമൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത്. കാരണം അവർക്കൊക്കെ ഇപ്പം ടാനൊക്കെ അടിച്ചിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഈ ഒരു മാസമൊക്കെ 1-2 മാസമൊക്കെ ഇത് ഈ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ നമുക്ക് ലൈക്ക് ബട്ടൺ ഉണ്ട്, കമന്റ് ഉണ്ട്. ഈ ഓപ്ഷനൊക്കെ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യാട്ടോ. നിങ്ങൾ കണ്ടന്റ് കണ്ടുപോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് വാച്ച് അങ്ങ് ചെയ്തു പോകുന്നതല്ലാതെ ഒരു റെസ്പോൺസും ഇല്ല. ലൈക്ക് ചെയ്യുന്നില്ല, കമന്റ് ചെയ്യുന്നില്ല. ഇത്രയും ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്നില്ല. ഭയങ്കര ഒരു വിഷമമാണ്. എല്ലാ വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ എന്ന് പറയുന്നത്. ആരും തന്നെ അത് അനുസരിക്കുന്നില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്കത് പേഴ്സണലി ഹേർട്ട് ആവുന്നുണ്ട്. സോ പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ആദ്യം വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ ഏജുകാർക്കും യൂസ് ആവുന്ന ഒരു അടിപൊളി എന്താ പറയുക ഒരു ഡ്രിങ്ക്. അത് എല്ലാ ടൈപ്പ് ആൾക്കാർക്കും യൂസ് ചെയ്യാം. കാരണം പ്രത്യേകിച്ചും നമ്മളെ യങ്സ്റ്റേഴ്സിനായിരുന്നാലും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരുന്നാലും കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഡ്രിങ്കിനെ പറ്റിയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം. കാരണം ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ യൂസ് ചെയ്തുകൂടാ, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട മെത്തേഡ്, പിന്നെ ഏത് ടൈമിലാണ് കുടിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കാരണം എന്റെ ഫേസിൽ നല്ല ടാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്റെ ഫേസ് ഗ്ലോ കുറവായിരുന്നു, നന്നായിട്ടൊന്ന് ഡാർക്ക് ആയിരുന്നു, ഇടയ്ക്ക് വെച്ച് ഡാർക്ക് ആയിരുന്നു സ്കിൻ ടോൺ. അപ്പൊ അതൊന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ചെറിയൊരു ഡ്രിങ്ക് ആണ്. ഇതിപ്പം നമ്മൾ ഡെയിലി കുടിക്കാമെന്ന് ചോദിച്ചാൽ ഡെയിലി കുടിക്കുന്നത് അത്ര നല്ലതല്ല ഹെൽത്തിന്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്കിത് കുടിക്കാം. പിന്നെ നമുക്ക് ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഈ എന്താ പറയുക ഈ സാധനങ്ങൾ ഉണ്ടാവുന്നില്ല. ചിലപ്പം ചിലർക്ക് ഇതെല്ലാം വീട്ടിലുണ്ടായിരിക്കും. അപ്പം ഉള്ള സമയത്ത് നമുക്കിത് കുടിച്ചിപ്പോൾ ഒരു മാസമൊക്കെ കുടിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടിന്യൂസ് അല്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് കുടിക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. ഇന്ന് ഗ്ലോ അപ്പ് ആവാനായി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു ബോഡിയിൽ ഒരു എനർജി കിട്ടും. ഇപ്പം പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഡ്രിങ്ക് കുടിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ എന്താ പറയുക, ഈ വീഡിയോ കാണുന്നവർ പ്രായമുള്ളവരും ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ടീനേജേഴ്സ് ഉണ്ട്, അല്ലാതെ കുഞ്ഞു പിള്ളേർ വരെ കാണുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രിങ്ക് ആണ്. ഇപ്പം നിങ്ങൾ കുഞ്ഞു മക്കൾക്കൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഹണി ചേർത്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷെ നമ്മൾ എന്താ പറയാ ഏജ് കൂടുന്നവർക്ക് ഹണി അവോയ്ഡ് ചെയ്യാട്ടോ. ഹണി ഇല്ലാതെ നമുക്ക് നോർമലായിട്ട് ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ്. ഒരു തരത്തിൽ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എസ്പെഷ്യലി പറയുന്നത് ഷുഗർ പേഷ്യൻസ്, അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ്, അങ്ങനെയുള്ളവർ ഈ ജ്യൂസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പം ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഈ ഒരു ഡ്രിങ്ക്സിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. വൈറ്റമിൻ സി, അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ വൈറ്റമിൻ B1, B2, അങ്ങനെ വൈറ്റമിൻസ് എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഡ്രിങ്ക് ആണിത്. അപ്പൊ നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യുക, അതുപോലെ തന്നെ ബോഡിക്ക് എനർജി കിട്ടും. നമുക്ക് ഒരു ദിവസത്തിൽ ഒരു നേരത്തെ ഫുഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. അത്രയും സൂപ്പറാണ്. നമ്മുടെ ഹെൽത്ത് നല്ലതായിട്ടിരിക്കാനും എന്താ പറയാ ബോഡി നല്ല എനർജിയും നല്ല സ്ട്രെങ്ത് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. ഞാൻ എന്താ പറയുന്നത് ഗ്ലൂട്ടാത്തോൺ പോലെയൊന്നും ഞാൻ പറയത്തില്ല, കാരണം ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ തരും. അത് സ്വാഭാവികമാണ്. കാരണം വൈറ്റമിൻ എയും വൈറ്റമിൻ സി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് പ്രത്യേകിച്ച് നമ്മൾ കല്യാണമൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത്. കാരണം അവർക്കൊക്കെ ഇപ്പം ടാനൊക്കെ അടിച്ചിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഈ ഒരു മാസമൊക്കെ 1-2 മാസമൊക്കെ ഇത് ഈ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾ നല്ല റിസൾട്ട് കിട്ടും. കാരണം അത്രയും നല്ല ഡ്രിങ്ക് ആണ്. നമുക്ക് ഏത് ടൈം കഴിക്കാന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഒരു 11 മണിക്കകത്ത് കഴിക്കാം. അതിനുശേഷം ഒരു 4 മണിക്കകത്ത്, ഉച്ചയ്ക്കാണ് കഴിക്കുന്നെങ്കിൽ 4 മണിക്കകത്ത് കഴിക്കാം. അതല്ല ഈവനിങ് ആണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ 6 മണിക്കകത്ത് കഴിക്കണം കേട്ടോ. ഈ ജ്യൂസിന് ആവശ്യമുള്ളത് ആപ്പിള്, അതുപോലെ തന്നെ നമുക്ക് പോമഗ്രെയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് എടുക്കാം, പിന്നെ ബീട്രൂട്ട്, പിന്നെ ഒരു ക്യാരറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെറുതായിട്ട് എടുക്കുക, അരിഞ്ഞെടുക്കുക. ബീട്രൂട്ട് പകുതി എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം.
വീഡിയോയിൽ കണ്ടതുപോലെ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ആപ്പിൾ, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട്, പിന്നെ അതിന്റെ കൂടെ പൊമഗ്രെയിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പൊമഗ്രെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച്, ഞാൻ മിക്കപ്പോഴും പൊമഗ്രെയിന് നല്ല റേറ്റ് ആണ്, അപ്പം ചിലർക്ക് അത് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് മതി. ഓറഞ്ച് നല്ല റിസൾട്ട് കിട്ടും, കാരണം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ചിലപ്പം ഞാൻ ചെയ്യാറില്ല, പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ, ചേച്ചിയുടെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹണി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം ഹണി അവർക്ക് നല്ലപോലെ എന്താ പറയാ ഓർമ്മശക്തി കിട്ടാനും അതുപോലെ തന്നെ എനർജി കിട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന, ബോഡി നല്ല കൺട്രോൾ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് തേന് അല്ലാന്നുണ്ടെങ്കിൽ ഹണി എന്ന് പറയുന്ന സാധനം. അപ്പം അത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്താ പറയുക, ബീട്രൂട്ട്, ക്യാരറ്റ്, ഞാൻ പൊമഗ്രെയിൻ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒരു ആപ്പിൾ എടുക്കാം, അതുപോലെ തന്നെ പൊമഗ്രെയിൻ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അത്ര അനുസരിച്ച് എടുക്കാം. എന്നിട്ട് ബീട്രൂട്ടിന്റെ അളവ്, ചിലർ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പകുതി മതി. ഞാൻ എടുക്കുന്നത് വെച്ചാൽ പകുതി എടുക്കും, കാരണം എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മൾ കൂടുതൽ പൊമഗ്രെയിൻ അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളും കൂടെ കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കണം. അപ്പം ആപ്പിൾ 1.5 ആപ്പിളോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ഇപ്പോൾ 1.5 ക്യാരറ്റും ഒക്കെ എടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം അത് കുറച്ച് വെള്ളം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നന്നായിട്ട് അരഞ്ഞു വരണ്ട. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അത് എന്താ പറയാ നല്ല രീതിക്ക് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് നമുക്ക് ഏത് ടൈം വേണമെങ്കിലും കുടിക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ള ടൈമില്ല, ആ ടൈമിൽ നമുക്ക് കുടിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ അടിച്ചെടുക്കുമല്ലോ, അടിച്ചെടുത്തിട്ട് നിങ്ങൾ ചിലപ്പം അരിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അരിച്ചെടുക്കരുത്, കാരണം അതിന്റെ ഫൈബേഴ്സ് എല്ലാം അവിടെ തന്നെ പോകും. അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല, ഒരു റിസൾട്ടും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അരിച്ചെടുക്കാതെ തന്നെ നോർമലായിട്ട് കുടിക്കുന്നതാണ് നല്ലത്. കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഐസ് ട്രേ എടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ നമുക്ക് ഒഴിച്ച് അത് സെറ്റായ ശേഷം രാവിലെ എണീറ്റ ശേഷം വെറും ചൂടുവെള്ളത്തിൽ ഇത് ഐസ് ക്യൂബ് ആയിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ കുടിക്കാം. അങ്ങനെയും നമുക്ക് കുടിക്കാം. ഇങ്ങനെ കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ല നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. പൊമഗ്രെയിനും അതുപോലെ തന്നെ ഇപ്പോൾ ഓറഞ്ച് പൊമഗ്രെയിൻ ഇല്ലെങ്കിൽ ഓറഞ്ച് എടുക്കാം, ആപ്പിളും പിന്നെ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും കൂടെ എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സ് ആയിട്ട് നമുക്ക് സാലഡ് പോലെ കഴിക്കാം. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഈ ഡ്രിങ്ക് ആയിട്ട് കുടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ വീക്കിലി നമുക്കൊരു എന്താ പറയുക ഓൾട്ടർനേറ്റീവ്, ഇന്ന് കുടിക്കുകയാണെങ്കിൽ നാളെ കുടിക്കാൻ പാടില്ല. അങ്ങനെ കുടിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഒരിക്കലും റെഗുലർ ആയിട്ട് കുടിക്കാൻ പറയില്ല, കാരണം നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല. സോ അതുകൊണ്ട് ഒരുപാട് കുടിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. റെഗുലർ ആയിട്ട് കുടിക്കും അത്രയും നല്ല. ഇപ്പൊ എല്ലാത്തിനും ഒരു സൈഡ് എഫക്ട്സ് കാണുമല്ലോ. അപ്പൊ ഇത് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് കഴിക്കാൻ പാടില്ല, ഷുഗർ പേഷ്യൻസ് അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ് എന്നും. ലീഡപ്പായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ചിലർക്ക് ഇത് ലോങ് ആക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ കുറച്ച് പേർക്ക് ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് എല്ലാം പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു മട്ടുണ്ട്. അതുപോലെ മീൻസ് നമുക്ക് എല്ലാ കാര്യത്തിനും ക്ഷമയുണ്ടായിരുന്നാലും അതുപോലെ തന്നെ നമ്മളത് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് കേട്ടിട്ട് നമ്മളത് ചെയ്യുക. അല്ലാതെ നമ്മൾ തുമ്പത്ത് വന്ന് എല്ലാം കേട്ടിട്ട് അത് ലാസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പിമ്പിൾസ് കണ്ടിട്ടാണ് നിങ്ങൾ വിചാരിക്കും ഇവിടെ മുഖത്ത് പിമ്പിൾസ് ആണ്. ഈ പീരീഡ്സ് ആയപ്പോഴത്തേക്കും എല്ലാ മാസവും എനിക്ക് പീരീഡ്സ് വരുമ്പോഴത്തേക്കും പിമ്പിൾസ് വരാറുണ്ട്. ആ ഒരു ഇതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഡ്രിങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നമുക്കിപ്പം ആപ്പിൾ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ പേരയ്ക്ക, ഗുവ എടുത്തിട്ട് നമുക്ക് അതും കട്ട് ചെയ്ത് അതും ഇതുപോലെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ഇപ്പം ബീട്രൂട്ടിന്റെ ക്യാരറ്റിന്റെ കൂടെ അടിച്ചെടുത്ത് കുടിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സിയും വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. ഈ ഒരു കാര്യങ്ങൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യും. നല്ല എന്താ പറയുക, ഈ മടി പിടിച്ചൊക്കെ ഇരിക്കുന്നവർക്കുണ്ടല്ലോ ആ ഒരു ഉന്മേഷം കിട്ടാനൊക്കെ പറ്റിയൊരു ഡ്രിങ്ക് ആണ്. പിന്നെ കാഴ്ച ശക്തിയൊക്കെ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നത്, കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ അത് നിങ്ങളോടൊത്തും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇപ്പൊ മാരേജോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരാഴ്ച മുന്നേ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയണം. അത് കമന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലേന്ന്. അപ്പോൾ എനിക്ക് ഇത്രയും എന്റെ അറിവിൽ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു, ഭയങ്കര എന്താ പറയാ പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലോഗർ അങ്ങനെ ഒന്നുമല്ല. എന്റെ അറിവിൽ എനിക്ക് എന്താ പറയാ എന്റെ അനുഭവത്തിൽ എന്റെ എക്സ്പീരിയൻസിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യൂ. എനിക്ക് റിസൾട്ട് കിട്ടി, അപ്പൊ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.